മധുവിൻ്റെ കുടുംബ ബന്ധങ്ങൾ ഒരുപക്ഷെ പല കാലഘട്ടങ്ങളിലും ആൾക്കാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളെ കൊണ്ടുവരാം, വരട്ടെ. ഏറ്റവും ഭാവഗംഭീരത്തോടുകൂടി പാട്ടുകൾ പാടുന്നതിനുള്ള കഴിവ് അതാണ് മധുവിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അത് കിട്ടിയിട്ടുള്ളത് തികച്ചും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, മധുവിനെ നിലനിർത്തുന്നത് ശ്രോതാക്കളാണ്. ശ്രോതാക്കൾ വ്യക്തമായിട്ടും മധുവിൻ്റെ പാട്ടുകൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ രംഗത്ത് അദ്ദേഹത്തിന് ശോഭിക്കുവാൻ സാധിക്കുന്നത്. താങ്കളുടെ ഭാര്യയുടെ പിതാവ്, അതെ അതെ, സർവോപരി ശ്രീശാന്തിൻ്റെ അച്ഛൻ കൂടിയാണ്. അപ്പം സ്വന്തം കുടുംബത്തിൽ മാത്രമല്ല, ഭാര്യയുടെ കുടുംബത്തിലും മധുവിന് ഒരുപാട് ആരാധകരുണ്ട്. ഭാര്യ പ്രണയിച്ച് വിവാഹം ചെയ്താണ്. അതെ അതെ അതെ. ഓ, അത് ശരി. എങ്ങനെയാണ്? ഞങ്ങൾ ഓൾറെഡി റിലേറ്റീവ്സ് ആണ്, ഫാമിലിയായിട്ട് ബന്ധമുണ്ട് നേരത്തെ തന്നെ. പക്ഷേ ആ സമയത്തൊന്നും അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് തന്നെ പാട്ട് പഠിച്ചതാണ് എൻ്റെ ഭാര്യ. പക്ഷെ രണ്ടും രണ്ട് സ്ഥലത്തായിരുന്നു. പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് തൊട്ട് മുമ്പ് ഒരു 1-2 കൊല്ലം മുമ്പാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത്. അത് ഒരു ചാനലല്ല പറയേണ്ടത്. പ്രണയം തുടങ്ങി 2 വർഷം ശേഷമാണ് അതാണ് ശരി, അതെ. അങ്ങനെ എന്നാൽ പ്രണയം തുടങ്ങി 2 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. അതെ. എൻ്റെ ഫസ്റ്റ് കസിനെ കല്യാണം കഴിച്ചത് അവരുടെ ഫസ്റ്റ് കസിനാണ്. അല്ലാതെയും ഫാമിലി നേരത്തെ തന്നെ ബന്ധം ഉണ്ടായിരുന്നു, തറവാടുകൾ തമ്മിൽ. അപ്പോൾ എങ്ങനെ കണ്ടുമുട്ടി ദിവ്യയെ? ഞാൻ കുട്ടിക്കാലം പോലെ കാണുമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ അവരുടെ കുറേ കസിൻസ് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് കുറേയൊക്കെ അവരുടെ കസിൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ മിക്കപ്പോഴും അവരുടെ തറവാട്ടിൽ പോകാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട്. അവർ ഞങ്ങളുടെ വീട്ടിലും വന്ന് ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴെല്ലാം ദിവ്യ അവിടെ ചെറിയ കുട്ടിയായിട്ട്, അന്ന് സ്കൂൾ യൂണിഫോമിലൊക്കെ പലപ്പോഴും. ദിവ്യ ശ്രദ്ധിച്ചില്ല? ഇല്ലില്ല, ഞാനും അങ്ങനെ ഞാൻ മറ്റുള്ള കുട്ടികളെ, അവിടെ ഉണ്ടാവുന്ന കുട്ടികളെ പോലെ തന്നെ ദിവ്യം കണ്ടിരുന്നു. അത്ര സ്കൂൾ യൂണിഫോമിൽ ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഷട്ടിൽ കളിക്കുന്നതും പലപ്പോഴും പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റിയാലിറ്റി ഷോയിൽ പ്രോഗ്രാം ഞാൻ കമ്പയർ ചെയ്യുമായിരുന്നു ഒരു ചാനലിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത്. പ്രണയം ആരംഭിച്ചത് അങ്ങനെയാണ്? അതെ അതെ അതെ. ആദ്യം മധുവിനാണോ ധൈര്യം സംഭരിച്ചത്, അതോ ദിവ്യയാണോ ധൈര്യം സംഭരിച്ചത്? ഞാൻ പറഞ്ഞത് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു ആദ്യം. അതെ അതെ. പറയാൻ വേണ്ടി ദിവ്യ കാത്തിരിക്കുകയായിരുന്നു. ആയിരിക്കാം. വരട്ടെ. മധുചേട്ടനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മധുചേട്ടൻ എന്നും ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. പിന്നെ എന്തും തുറന്നു പറയാവുന്ന ഒരു നല്ല സുഹൃത്താണ്. അപ്പോൾ എൻ്റെ വിശ്വാസം ഞങ്ങളുടെ ട്രാൻസ്പെറൻസി ഉണ്ട് ജീവിതത്തിൽ എന്നാണ് കരുതുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം തന്നത്, ഇപ്പോൾ എൻ്റെ അനിയൻ്റെ കേസ് വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മധുചേട്ടൻ്റെ വീട്ടുകാരുമാണ്. അപ്പം അതാണ് എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തത്. ഇപ്പം ദിവ്യ പറഞ്ഞ 2 കാര്യമുണ്ട്. ഒന്ന്, മധുവിൻ്റെ ട്രാൻസ്പെറൻസി, സുതാര്യമാണ് മധു. അതാണ് നേരത്തെ മധു പറഞ്ഞത്, ആരാധികമാർ ഫോൺ വിളിക്കുമ്പോൾ അതൊക്കെ ദിവ്യയ്ക്ക് കൈമാറുന്നു. തീർച്ചയായിട്ടും എല്ലാ ഫോണൊന്നും കൈമാറാൻ സാധ്യതയില്ലാതെ എനിക്കറിയാം, എന്തായാലും വേണ്ടില്ല. പക്ഷേ ദിവ്യ അതിലേതൊക്കെയാലും വളരെ ബോധ്യമായിരിക്കണം. അപ്പോൾ മധുവിൻ്റെ ആ ട്രാൻസ്പെറൻസി ഘടകമാണ് ദിവ്യ ഇപ്പോൾ ആകർഷിക്കുന്നത്. 2, ഒരുപക്ഷെ ദിവ്യയുടെ ഫാമിലിക്ക് മധു നൽകിയ ഒരു സപ്പോർട്ട്. അതാണ് ഈ 2 ഘടകമാണ് ദിവ്യയുടെ മനസ്സിൽ നിന്ന് ആദ്യമായിട്ട്, ഒരുപക്ഷെ പെട്ടെന്ന് ചോദിച്ചാൽ പുറത്തു വരുന്ന 2 പ്രതികരണങ്ങൾ. അവരുടെ ഇപ്പോൾ ശ്രീശാന്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം ഇങ്ങനൊരു അവസ്ഥ, അത് സ്വന്തമായിട്ട് എനിക്ക് വന്നാലുള്ള അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കി. അത് പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചു നോക്കി. അപ്പോൾ ആ ഒരു അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത, എന്താ പറയുക, സ്വാഭാവികമായിട്ടും ഒരു ബ്രദറിൻലോ, ഞാനൊരു ബ്രദറിൻലോ ആയിട്ടല്ല, ശ്രീശാന്ത് ഒരു അനുജനാണ്, അനുജനെ പോലെ തന്നെയാണ് കാണുന്നത്. എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. പണ്ട് മുതലേ അറിയാം, പണ്ട് മുതലേ എൻ്റെ കൂടെ ഞാൻ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരാനും ഒക്കെ എപ്പോഴും എൻ്റെ കൂടെ
എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഞാൻ ചെല്ലുമ്പോഴെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കുട്ടിയായിരിക്കുമ്പോൾ ശ്രീ. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ പറക്കി തന്നുകൊണ്ടിരുന്ന ആളാണ് ശ്രീ. ഇന്ത്യൻ പ്ലെയർ ആണെങ്കിലും മധു അടിക്കുന്ന ബോൾ പറക്കാൻ വേണ്ടിയായിരുന്നു അവൻ ആദ്യം വെച്ചിരുന്നത്, അല്ലേ? അങ്ങനെയൊക്കെ വേണം പറയാവുന്നതാണ് ആക്ച്വലി. മധു പക്ഷെ ഗായകനാകില്ലായിരുന്നെങ്കിൽ വേണം നല്ലൊരു ക്രിക്കറ്റർ ആയനല്ലേ. ഞാൻ സ്കൂൾ കോളേജ് ടീമിലുണ്ടായിരുന്നു, ഓപ്പണിംഗ് ബോളർ തന്നെയായിരുന്നു. ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, 2 ക്ലബ്ബിൽ മെമ്പറാണ് ഇപ്പോഴും. C3 സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ്, പിന്നെ CMC കൊച്ചിൻ മ്യൂസിക് ചലഞ്ചേഴ്സ്, ഈ 2 ടീമിലും ഞാൻ ഇപ്പോഴും മെമ്പറാണ്. ഇപ്പോഴും പല മാച്ചസും കളിക്കാനുണ്ട്. സംഗീതത്തോടൊപ്പം തന്നെ ക്രിക്കറ്റ് ഒരു പാഷനാണല്ലേ? തീർച്ചയായിട്ടും. 2 തമ്മിൽ ബന്ധമുണ്ടല്ലോ, അതറിയില്ലേ? അതെ, 2 തമ്മിൽ ബന്ധമുണ്ട്. രണ്ടിലും പിച്ചുണ്ട്, 2നും റിതമുണ്ട്. പക്ഷേ ഈ ക്രിക്കറ്റും സംഗീതവും ഒരുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാർ വളരെ അപൂർവമാണ്. തീർച്ചയായിട്ടും, അതെ. അല്ല, ഇപ്പം മിക്ക സിംഗേഴ്സും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു CMC എന്ന് പറഞ്ഞാൽ സിംഗേഴ്സിൻ്റെയും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ടീമാണ്. മദ്രാസിൽ ഒരു ടീമുണ്ട്, അവിടെയും P. ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം വളരെ നന്നായിട്ട് ക്രിക്കറ്റ് എല്ലാം സെലിബ്രിറ്റി ക്രിക്കറ്റ് ആണല്ലോ എല്ലാം. അതാരും പറഞ്ഞ പ്രശസ്തരെല്ലാം ക്രിക്കറ്റിലേക്ക് വരുവാണ് മധു. പക്ഷെ മധു അങ്ങനെയില്ല, മധു പണ്ട് തന്നെ കളിച്ച് വളർന്ന ഒരാളാണ്, സംഗീതത്തോടൊപ്പം തന്നെ ക്രിക്കറ്റിലും വളർന്ന ആളാണ്.